ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഈസ് മൈ ലൈഫ്. ഇന്നത്തെ വീഡിയോ വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്താണെന്ന് ചോദിച്ചാൽ 2026 നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പ് 10 ആപ്പിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ തന്നെ കാണുക. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പൊക്കെ ഒരു ടൈം പാസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമുക്കിത് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നമ്മുടെ മണി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഡെയിലി ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കാനായിട്ട് സാധിക്കും. ഇപ്പം മോസ്റ്റ്ലി എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോണ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരുടെ കയ്യിലും ഇപ്പം ആ സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഒന്ന് ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ആപ്പിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ആപ്പൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്ക് ഫസ്റ്റ് ആപ്പ് എന്താണെന്ന് നോക്കിയാലോ. 2026 ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തൗട്ട് ഡൗട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും ChatGPT എന്ന്. ഇത് വെറും ഒരു ചാറ്റിംഗ് ആപ്പ് മാത്രമല്ല, വിത്ത് AI പേഴ്സണൽ അസിസ്റ്റന്റ് ആപ്പ് കൂടെയാണ്. നമ്മൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം വേഗത്തിൽ കിട്ടുന്ന ഒരു ആപ്പ് കൂടെയാണ് ChatGPT. ഇത് നമുക്ക് എല്ലാ തരത്തിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ അവർക്ക്, അതല്ല എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ഐഡിയാസുകൾ ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് നമുക്ക് ChatGPTയോട് നമ്മുടെ ഹെൽപ്പൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കും. ഫിംഗർ ക്യാപ്പിൽ തന്നെ നമുക്ക് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എന്താണോ ചോദിക്കുന്നത് അതിനായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് AI തരുന്നുണ്ട്. മസ്റ്റായിട്ട് ഒരു AI പവർ ആപ്പ് തന്നെയാണ് ChatGPT. പേഴ്സണലി എന്നെ നോക്കിയാൽ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിൻ്റെ ഐഡിയാസ്, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റിൻ്റെ ഐഡിയാസ്, അങ്ങനെ വളരെയധികം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിനൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ആപ്പ് തന്നെയാണ് ChatGPT. സ്റ്റുഡൻസിന് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിന്, നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ സ്റ്റുഡൻസിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഷോർട്ട് നോട്ട്സ്, എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ എനിക്ക് നോട്ട്സ് ഒക്കെ എഴുതുന്നതിന് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ChatGPT. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്ക് ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് എങ്ങനെയാണ് ഷോർട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സിമ്പിൾ മെത്തേഡ് എന്തുവാ, അതല്ല അതിൻ്റെ സിമ്പിൾ പോയിന്റ്സ്, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ അത് ചെയ്തു തരുന്നുണ്ട്. സോ അപ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് എനിക്ക് ChatGPT. അപ്പോൾ ഇപ്പം അത് പോയിട്ട് യൂട്യൂബേഴ്സ് ആണെങ്കിലും നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം, ഇപ്പോൾ ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ സ്ക്രിപ്റ്റ്, തമിഴ് ഡീറ്റെയിൽസ്, ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ അതല്ല ഹാഷ്ടാഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ChatGPT. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ്സിൻ്റെ ഐഡിയാസ്, അതല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മൾ കുറച്ചും കൂടെ കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയാസ്, അല്ലെങ്കിൽ ഡിസൈൻ ഐഡിയാസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ChatGPT. ഡെയിലി ലൈഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം. നമുക്ക് വേറൊരു പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മേ ബി ഷൈ തോന്നിയേക്കാം, നമ്മുടെ ഗ്രാമർ കറക്റ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ശരിയായിരിക്കും, അങ്ങനത്തെ കുറേ ഡൗട്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഷൈ ആയിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ChatGPTയുടെ നമ്മുടെ ഗ്രാമർ ഡെയിലി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് അത് വളരെ കാഷ്വലായിട്ട് നമ്മളൊരു പേഴ്സൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഫീൽഡിൽ തന്നെ നമുക്ക് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചെറിയതായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതല്ല നമ്മൾ സംസാരിക്കുന്നതിൽ ഗ്രാമർ മിസ്റ്റേക്ക് അല്ലെങ്കിൽ സെൻറ്റൻസ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് അത് കറക്റ്റ് ചെയ്താൽ നമുക്കത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു ഡെയിലി ടോക്കിനായിട്ടും വളരെയധികം യൂസ്ഫുൾ തന്നെയാണ് ChatGPT. ഇപ്പം നമുക്കൊരു ഡൗട്ട് വന്നു നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു 10-15 ഒരു 10ൽ കൂടുതലായിട്ടുള്ള സൈറ്റ്, ആ ഒരു ടോപ്പിക്കിൽ ഒരു 10ൽ അധികമായിട്ടുള്ള സൈറ്റ് നമുക്ക് അതിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം, ഏത് കറക്റ്റ് ആയിരിക്കും അങ്ങനെ. ബട്ട്
ChatGPT അങ്ങനെയല്ല, നമ്മുടെ ടോപ്പിക് ഒന്ന് നമ്മുടെ ടോപ്പിക് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കാട്ടിലും കൂടുതലുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ, അതല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡയഗ്രാം വേണം, അതല്ല ഫ്ലോ ചാർട്ട്, അൽഗരിതം, അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണോ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് കറക്റ്റ് ഫോമിലായിട്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. സോ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ChatGPT എന്ന് പറയുന്നത്. സോ അത് മാത്രമല്ല, ChatGPT പേർഡ് വേർഷനുമുണ്ട്, അതല്ല നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വേർഷനുമുണ്ട്. അപ്പോൾ ഈ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് ഈ സ്റ്റുഡൻസ്, അതല്ലെങ്കിൽ ടീച്ചേഴ്സ്, വർക്ക് ചെയ്യുന്നവർക്ക്, നോർമൽ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ നമുക്ക് നോർമലായിട്ടുള്ള വേർഷൻ തന്നെ വളരെയധികം ധാരാളമാണ്. അതല്ല, ഇപ്പോൾ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഐഡിയാസ് വേണം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് അത് ആൻസേഴ്സ് തരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പേർഡ് വേർഷനും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ChatGPT നോർമൽ ആയിട്ടുള്ള വേർഷനുമുണ്ട്, പേർഡ് വേർഷനുമുണ്ട്, പെയ്ഡ് ചെയ്തിട്ടുള്ള വേർഷനും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ആപ്പ് മസ്റ്റായിട്ട് ഇപ്പോൾ നോർമലി എല്ലാവരുടെ ഫോണിലും ഉണ്ടായിരിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ ഈ ആപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ 2026 മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട ഫസ്റ്റ് ആപ്പ് ആണെന്ന് ചോദിച്ചാൽ ChatGPT. ഫസ്റ്റ് ആപ്പ് ChatGPT ആയിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഗൂഗിളിന്റെ ഒരു AI സൂപ്പർ ബ്രെയിൻ എന്ന് പറയാം നമുക്ക് ഗൂഗിൾ ജെമിനി. സെക്കൻഡ് ആപ്പ് വന്നിട്ട് ഗൂഗിൾ ജെമിനി. അപ്പോൾ ഗൂഗിൾ ജെമിനിയും ഇപ്പോൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പിക്ക് നമ്മളൊരു പ്രൊമോ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് അതിലൂടെ നമ്മുടെ പിക്കൊക്കെ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഒരു ആപ്പ് തന്നെ, ഒരു പവർഫുൾ ആപ്പ് തന്നെയാണ് ഗൂഗിൾ ജെമിനി. അപ്പോൾ വളരെയധികം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ആപ്പ് കൂടെ തന്നെയാണ് ഗൂഗിൾ ജെമിനി. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഗൂഗിൾ സൈറ്റ് വഴിയും വെബ്സൈറ്റ് വഴിയും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, ആപ്പ് വഴി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കുറച്ച് നമുക്ക് നമ്മുടെ ഒരു പിക്ക് കൊടുത്തതിന് ശേഷം നമ്മളൊരു പിക്ക് അതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് എന്താണോ ആ പിക്ക് ഏത് ടൈപ്പിൽ ജനറേറ്റ് ചെയ്ത് വരണമെന്നുള്ളത് ഒരു ടെക്സ്റ്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഒരു 2-3 മിനിറ്റ്സിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പിക്കായിരിക്കും അവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. ഗൂഗിളിന്റെ ഓൺ ആയിട്ടുള്ള ഒരു സൂപ്പർ ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം ഗൂഗിൾ ജെമിനി എന്നുള്ള ആപ്പ്. അപ്പോൾ ഞാൻ വേറെ ഒന്നും കൂടെ പറയാം, ChatGPT പ്ലസ് ഗൂഗിൾ പവർ ആണ് നമ്മുടെ ഗൂഗിൾ ജെമിനി. അപ്പോൾ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് ഗൂഗിൾ ജെമിനി? ഗൂഗിൾ ഡെവലപ്മെന്റ് ചെയ്തെടുത്ത ഗൂഗിളിന്റെ ഒരു AI ആപ്പാണ് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്നത്. ഇത് പക്ക AI സിസ്റ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ChatGPT പോലെ ഒരു AI ആപ്പ് തന്നെയാണ് ഗൂഗിൾ ജെമിനിയും. ഇത് നമുക്ക് എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ തരുന്നു, ഇമേജ് ക്രിയേറ്റ് ചെയ്ത് തരുന്നു, അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ വീഡിയോയ്ക്കുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത്, അതല്ലെങ്കിൽ തമ്മിൽ ജനറേറ്റ് ചെയ്ത് തരുന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്കത് ഗൂഗിൾ ജെമിനി ചെയ്യുന്നുണ്ട്. ബട്ട് മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ സർവീസിനോട് ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഗൂഗിൾ ജെമിനി. അപ്പോൾ ChatGPT വന്നിട്ട് അങ്ങനെയല്ല, ഗൂഗിളായിട്ട് കണക്റ്റഡ് അല്ല. ആ ഒരു ഡിഫറൻസ് ഗൂഗിൾ ജെമിനിക്കും ChatGPTക്കും ഉണ്ട്. പ്ലസ് ഗൂഗിൾ എക്കോ സിസ്റ്റം, ഇതാണ് ഗൂഗിൾ ജെമിനിയുടെ മെയിൻ ആയിട്ടുള്ള ജിമെയിൽ, ഗൂഗിൾ ഡ്രൈവ്, ഗൂഗിൾ ഷീറ്റ്, അതല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഗൂഗിൾ ജെമിനി കുറച്ചും കൂടെ കണക്റ്റഡ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ജെമിനി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഗൂഗിളിന്റെ സർവീസുകളാണ്. എക്സാമ്പിൾ, നമ്മൾ ഗൂഗിൾ ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലസ് നമ്മൾ ഗൂഗിൾ ജെമിനിയിലോട്ട് എനിക്കൊരു ഗൂഗിളിൻ്റെ ഈ ഒരു മെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെയിലൊരു റിപ്ലൈ മെയിൽ ജനറേറ്റ് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് നമ്മുടെ മെയിൽ ഏതാണെന്ന് സെർച്ച് ചെയ്തതിനു ശേഷം നമുക്കത് ജനറേറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ChatGPTക്കും ഗൂഗിൾ ജെമിനിക്കും തമ്മിൽ. അപ്പോൾ നമ്മൾ ChatGPTയിലാണെങ്കിൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് ആ കണ്ടന്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, അതല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. ഇത് ഓട്ടോമാറ്റിക്കലാണ്. ഗൂഗിളുമായിട്ടുള്ള കുറേ ആപ്പ് ഇതുമായിട്ട് കണക്റ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. നമുക്ക് ChatGPTയെ പോലെ തന്നെ സ്റ്റുഡൻസിന്, ടീച്ചേഴ്സിന്, അതെല്ലാം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ നമുക്ക് ChatGPTയിൽ ഉള്ള പോലെ തന്നെ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റിനെ പറ്റിയിട്ട് എക്സ്പ്ലനേഷൻ വേണം, അതല്ലെങ്കിൽ ആ കണ്ടന്റിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിൾ ജെമിനി ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അത് പക്കായിട്ട് റെഡിയാക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ChatGPTയിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ChatGPTയെ പോലെ തന്നെ ഗൂഗിൾ ഡെവലപ്മെന്റ് ചെയ്തെടുത്ത ഒരു AI ആപ്പ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള
സിമിലാരിറ്റീസ് രണ്ട് ആപ്പിനും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കേണ്ട മറ്റൊരു ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ ജെമിനി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആക്കാനും നിങ്ങളുടെ ഐഡിയാസ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എഴുതുന്നതിനും അതല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്തുവാ കണ്ടന്റിന് കുറച്ച് ഡീപ്പായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഗൂഗിൾ ജെമിനി. അപ്പോൾ ഗൂഗിൾ ജെമിനി യൂസ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഗൂഗിൾ ജെമിനിയും നമുക്ക് ഇതേപോലെ തന്നെ പെയ്ഡ് വേർഷനുമുണ്ട്, അതല്ലാതെ നമുക്ക് നോർമലായിട്ട് യൂസ് ചെയ്യുന്ന വേർഷനുമുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്നുള്ളവർക്ക് നമുക്ക് പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതെല്ലാം നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നമുക്ക് നോർമൽ വേർഷൻ തന്നെ വളരെയധികം ധാരാളമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ആപ്പ് വന്നിട്ട് ഗൂഗിൾ ജെമിനി. അപ്പോൾ നമ്മുടെ തേർഡ് ആപ്പ് നോഷൻ. എന്താണ് ഈ നോഷൻ ആപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. നമുക്ക് ടൈം ഇല്ല എന്നുള്ളത്. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ടൈം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ നമുക്ക് ടൈം അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. സോ അതിനൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ഒരു ആപ്പാണ് നോഷൻ ആപ്പ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോഷൻ ആപ്പ് നമ്മളൊരു സെക്കൻഡ് ബ്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിലായിട്ടുള്ള നമുക്ക് വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ് നോഷൻ ആപ്പ്. അപ്പോൾ ഈ നോഷൻ ആപ്പ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഡയറി ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ടു ഡു ലിസ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ പ്ലാന്, നമ്മുടെ ഗോൾ ട്രാക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. നമുക്കിപ്പോൾ ഒരുപാട് ആപ്പ് യൂസ് ചെയ്യുന്നതിന് പകരം എല്ലാം കൂടെ ഒരാപ്പിൽ കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം ഈസി അല്ലേ. സോ അത് അങ്ങനെ സഹായിക്കുന്ന ഒരു ആപ്പാണ് നോഷൻ ആപ്പ് എന്ന് പറയാം. അപ്പോൾ ഈ നോഷൻ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നോഷൻ ആപ്പ് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അതിന്ന് യൂസ് ചെയ്ത് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫ് നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കലാക്കാൻ അതല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാനായിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് നോഷൻ ആപ്പ്. അപ്പോൾ ഈ ചാറ്റ് GPT, ഗൂഗിൾ ജെമിനിയൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് കൂടെ ഞാൻ ആഡ് ചെയ്തുതരാം. അപ്പോൾ അപ്പോൾ ഈ നോഷൻ ആപ്പ് യൂസ് ചെയ്താൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് നോക്കിയാലോ. ഇപ്പോൾ സ്റ്റുഡൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഉണ്ടാകുന്ന ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഇപ്പോൾ നമ്മൾ ഡെയിലി റെഗുലറായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്റ്റഡിയിൽ കുറച്ചും കൂടെ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി കുറച്ചും കൂടെ ഒരു വേറൊരു നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് കൊണ്ടെത്തിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് നോഷൻ ആപ്പ്. നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ അറേഞ്ച്മെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അസൈൻമെന്റ് പ്ലാൻ ചെയ്യാനായിട്ട് എക്സാം പ്രിപ്പറേഷൻ പ്ലാനറിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റുഡൻസിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് നോഷൻ ആപ്പ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ മൺഡേ മാത്സ് അതല്ലെങ്കിൽ ട്യൂസ്ഡേ ഫിസിക്സ് ഈ ഒരു ലെവലിൽ നമുക്കൊന്ന് ടൈം ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് സ്റ്റഡി ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ എല്ലാ സബ്ജക്റ്റും ഒന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോർത്ത് ആപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻവ. നമ്മുടെ ചാനലിൽ ക്യാൻവയെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നത്, തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒത്തിരി വീഡിയോസുകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർത്ത് ആപ്പ് എന്ന് പറയുന്നത് ക്യാൻവ. നമ്മൾ പലരും പറയുന്ന ഒരു വാക്കാണ് എനിക്ക് ഡിസൈൻ അറിയത്തില്ല, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. ഇങ്ങനത്തെ കുറേ കാര്യം നമ്മൾ പലരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരു സ്റ്റോപ്പ് വയ്ക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് ക്യാൻവ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പ് പഠിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഡിഗ്രി എടുക്കേണ്ട വളരെ ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് ക്യാൻവ. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ക്യാൻവയിൽ എങ്ങനെയാണ് ലോഗോ എഡിറ്റ് ചെയ്യുന്നത്, തമ്മിൽ എഡിറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ നിറയെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. വളരെയധികം ഈസി ആയിട്ടും യൂസ്ഫുൾ ആയിട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാൻവ. അപ്പോൾ ഒരു ക്രിയേറ്റേഴ്സിനൊക്കെ ആണെങ്കിൽ വളരെ ബെസ്റ്റ് ആയിട്ടൊരു ആപ്പ് തന്നെയാണ്. നമ്മുടെ കണ്ടന്റ് എന്താണ് നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ടെംപ്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അത് മാത്രമല്ല പെയ്ഡ് വേർഷനുമുണ്ട്, പെയ്ഡ് അല്ലാത്ത വേർഷനുമുണ്ട്. അപ്പോൾ പെയ്ഡ് ചെയ്ത ഡിസൈൻസ് ഒന്നും നമുക്ക് അത്രയ്ക്ക് എടുക്കേണ്ട ആവശ്യം വരത്തില്ല. ബിക്കോസ് അതിനെക്കാട്ടിലും പെയ്ഡ് ചെയ്യാത്ത നിറയെ ഡിസൈൻസ് അവിടെ ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കും ടെംപ്ലേറ്റുകളായിട്ട്. സോ അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് സെലക്ട് ചെയ്യുന്നതാണ്. സോ നമ്മുടെ പിക്ക് ഏതാണ് അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് എന്താണ് നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നമ്മുടെ ഡിസൈൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ റെഗുലറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പ് കൂടെ തന്നെയാണ് ക്യാൻവ. അപ്പോൾ എൻ്റെ തമ്മിൽ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഈസിയാണ് എനിക്കത് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻവ ഒരു ഈസിലി പ്രൊഫഷണൽ ഡിസൈൻ ടൂൾ ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഡിസൈൻ ചെയ്യാനായിട്ട് സാധിക്കും, അതല്ല ഫോട്ടോഷോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ, റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഷോർട്സിൻ്റെ ടെംപ്ലേറ്റുകൾ, തമ്മിൽ എഡിറ്റ് ചെയ്യാൻ, ലോഗോ ക്രിയേഷൻ, ഇങ്ങനെ
ഒത്തിരി ടൈപ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ നമ്മുടെ കണ്ടന്റ് എന്താ, ഇപ്പോൾ നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഏത് ടൈപ്പ് ഓഫ്, ഇപ്പോൾ ജ്വല്ലറി ബ്രാൻഡ് ആണെങ്കിൽ ജ്വല്ലറി ബ്രാൻഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. അതല്ല നമ്മളൊരു ക്ലോത്തിങ് ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ സോ ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്താൽ ക്ലോത്തിങ് ലോഗോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സോ അതിൽ നിറയെ ടെംപ്ലേറ്റുകൾ അവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. അതിലേതെങ്കിലും നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ചൂസ് ചെയ്യാം. ദെൻ നമ്മുടെ ബ്രാൻഡിന്റെ നെയിം അവിടെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ വരും. സോ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ നമ്മുടെ ബ്രാൻഡിന്റെ നെയിം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും പിക്ക് അതിൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ പിക്ക് ആഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് റീപ്ലേസ്മെന്റ് ഓപ്ഷൻ ഉണ്ടായിരിക്കും. അവിടെ നമ്മുടെ പിക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ആഡ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാൻവ. അപ്പോൾ ക്യാൻവ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ യൂസ് ചെയ്യുക. വളരെയധികം ഈസി ആയിട്ടുള്ള, നമുക്ക് ഡിസൈൻ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഡിസൈൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പ്രൂവ്മെന്റ് ആയിട്ട് നമുക്കത് ചെയ്ത് തരുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാൻവ. അപ്പോൾ ക്യാൻവ യൂസ് ചെയ്തവരാണെങ്കിൽ വേഗം തന്നെ ക്യാൻവ യൂസ് ചെയ്യും. നമ്മുടെ ടോപ്പ് 5 ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ക്യാപ്കട്ട്. ക്യാപ്കട്ട് ഇപ്പോൾ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഷോർട്സ്, റീൽസ്, ഇങ്ങനെ ഒത്തിരി വീഡിയോസൊക്കെ കാണാനായിട്ട് സാധിക്കും. മോസ്റ്റ്ലി എല്ലാവരും ഒരു ബിഗിനേഴ്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് ക്യാപ്കട്ട് എന്ന് പറയുന്നത്. ക്യാപ്കട്ടിന് പെയ്ഡ് വേർഷനുണ്ട്, പെയ്ഡ് അല്ലാത്ത വേർഷനും ഉണ്ട്. സോ നമുക്ക് ഒരു ബിഗിനേഴ്സിനൊക്കെ പെയ്ഡ് ചെയ്തിട്ടുള്ള വേർഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് നമ്മളൊരു ബിഗിനറായിട്ട് ചെയ്യുന്നതല്ല പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല എങ്കിൽ വളരെ നന്നായിട്ടും എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാപ്കട്ട്. അതിൽ ഒത്തിരി ഫീച്ചേഴ്സുകളുണ്ട്, ഒത്തിരി ഡിസൈൻസ്, ഒത്തിരി ഫീച്ചേഴ്സുകളുണ്ട്, ഒത്തിരി ഫിൽറ്റേഴ്സ് ഉണ്ട്, ഒത്തിരി എഫക്ട്സ് ഉണ്ട്. സോ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസ് വളരെയധികം മനോഹരമായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാപ്കട്ട് എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ വീഡിയോ നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് എഡിറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നല്ലൊരു VPN നമ്മൾ യൂസ് ചെയ്യണം. VPN യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്റ്റ്ലി പെയ്ഡ് അല്ലാത്ത ഒരുപാട് അതിൻ്റെ ഫീച്ചേഴ്സുകൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലോ മോഷൻ വേണമെങ്കിൽ സ്ലോ മോഷൻ യൂസ് ചെയ്യാം. അതല്ല നമുക്കൊരു സിനിമാറ്റിക് ടൈപ്പിലുള്ള ഒരു മോഡ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് സോങ് കട്ട് ചെയ്യാം, വോയിസ് ഓവർ, ഇതിനെല്ലാം ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതല്ല. അപ്പോൾ വളരെയധികം അതെല്ലാം നമുക്ക് വോയിസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വോയിസ് വേറൊരാളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുടെ വോയിസിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ സോ അതിനും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ക്യാപ്കട്ട്. ഇതിൽ പെയ്ഡ് വേർഷനുണ്ട്, പെയ്ഡ് അല്ലാത്ത വേർഷനുണ്ട്. അപ്പോൾ നമ്മുടെ യൂസ് എന്താണോ അതനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ലൈറ്റായിട്ടൊക്കെ നമ്മൾ റെഗുലറായിട്ട് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെയ്ഡ് വേർഷൻ്റെ ആവശ്യം പറ്റില്ല. അതെല്ലാം നമ്മൾ റെഗുലറായിട്ട് കോണ്ടന്റ് ക്രിയേറ്ററാണ്, നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യാവുന്നതാണ്. സോ അത്രയ്ക്കും വളരെ നല്ലൊരു ആപ്പ് തന്നെയാണ് ക്യാപ്കട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപ്കട്ട് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ യൂസ് ചെയ്യുക. ക്യാപ്കട്ടിന്റെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന കുറേ വീഡിയോസുകൾ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതിൽ കൂടെ ഒന്ന് കണ്ടു നോക്കുക. വളരെ ഈസിയായിട്ട് നമ്മൾ എങ്ങനെയാണ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ആഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ഞാനിപ്പോൾ ഒരു ഇൻഷോട്ട് ആപ്പിൻ്റെ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഷോർട്സ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ക്യാപ്കട്ടിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓരോ സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ക്യാപ്കട്ട് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ക്യാപ്കട്ട് യൂസ് ചെയ്യുക. മസ്റ്റായിട്ട് നല്ലൊരു VPN യൂസ് ചെയ്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ 5th ആപ്പ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്കട്ട്. സോ അപ്പോൾ നമ്മുടെ 6th ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ പേ, ഫോൺ പേ, ഇങ്ങനത്തെ ബാങ്കിങ് ആപ്പുകളാണ് നമ്മുടെ 6th ആപ്പായിട്ട് വരുന്നത്. നിങ്ങളൊന്ന് തിങ്ക് ചെയ്താൽ മനസ്സിലാവും, ഒരു കാലത്ത് നമ്മൾ പേഴ്സ് ഇല്ലാണ്ട് പുറത്ത് പോയ സിറ്റുവേഷൻ വളരെ ചുരുക്കമായിരിക്കും. എല്ലാവരുടെ കയ്യിൽ ഒരു പേഴ്സ് ഉണ്ടായിരിക്കും. സോ അതിൽ കുറച്ച് കാശും ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പേഴ്സൊക്കെ വളരെ റെയർ ആണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ മാത്രം മതി. സോ പേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നമുക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ കാശിൻ്റെ ആവശ്യമില്ല. അവിടെയും നമുക്ക് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊരു ചെറിയൊരു കടയിൽ പോയാൽ പോലും അവിടെ സ്കാൻ ചെയ്ത് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ റെയർ ആണ് ഇപ്പോൾ കയ്യിൽ ക്യാഷ് എല്ലാവരും ക്യാരി ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടൈം കുറച്ചും കൂടെ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഡൺ ആയി കഴിയും. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്യാഷ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പാണ് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ. ഈ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന ആപ്പുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോൺ പേ, ഗൂഗിൾ പേ തന്നെയാണ്. അപ്പോൾ
ഒരു 18 വയസ്സ് കഴിയുന്ന എല്ലാവരുടെയും കയ്യിലിപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ഫോൺ പേ, ഗൂഗിൾ പേ. ഇപ്പം നമ്മൾ ഏതൊരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാലും അവരുടെ സ്മാർട്ട് ഫോണിൽ ഈ 2 ആപ്പുകൾ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവരും യൂസ് ചെയ്യുന്ന ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇനിയും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ യൂസ് ചെയ്യുക. നമുക്ക് അതിൻ്റെ മണി മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ടൈം കുറച്ചുകൂടെ കൺസ്യൂം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം. അതെല്ലാം നമ്മൾ ബാങ്കിങ് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യുക, നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഫോൺ പേ, ഗൂഗിൾ പേ എന്നുള്ളത്. അതെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു ബിൽ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ല്, നമുക്ക് ഗ്യാസ് എന്തെങ്കിലും ഓർഡർ ബുക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് നമുക്കിപ്പോൾ ബില്ലൊക്കെ പോയി ക്യൂവിൽ നിന്ന് പേ ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്കെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം നമുക്ക് നമ്മുടെ ടൈമും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ഫോൺ പേ, ഗൂഗിൾ പേ എന്നുള്ള ആപ്പുകൾ. പിന്നെ നമ്മൾ ഫോൺ പേ, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ഓർത്തിരിക്കേണ്ട കാര്യമാണ് നമ്മുടെ പേഴ്സണലായിട്ടുള്ള UPI പിൻ നമ്പർ, അതല്ലെങ്കിൽ നമ്മുടെ ഫോൺ ലോക്ക് നമ്പർ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്പേഴ്സൊന്നും നമ്മൾ മറ്റാരുമായിട്ട് ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. ഈ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബാക്കിയൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഫോൺ പേ, ഗൂഗിൾ പേ ഒന്നും ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ യൂസ് ചെയ്യുക. എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പ് തന്നെയാണ്. എന്നിരുന്നാൽ പോലും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ഇറ്റ്. 7th ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ തന്നെയാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അങ്ങനത്തെ കുറേ ആപ്പുകളുണ്ടല്ലോ ഫേമസ് ആയി. അങ്ങനത്തെ കുറേ ആപ്പുകളാണ് നമ്മുടെ മസ്റ്റായിട്ടുള്ള നെക്സ്റ്റ് ആപ്പ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ എന്താണോ വേണ്ടത് ആ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്നാക്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുവെങ്കിൽ ആ ഗസ്റ്റിന് കൊടുക്കാനായിട്ട് നമുക്ക് പോയി വേഗം മേടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾക്ക് വീട്ടിലെത്തിക്കാൻ പറ്റുന്ന ഒരു ഡെലിവറി പാർട്ട്ണർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഈസിയാണ് നമ്മുടെ കാര്യങ്ങൾക്ക് ഒന്ന് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ തന്നെയാണ് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ. അതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എത്തിക്കാൻ സഹായിക്കുന്ന ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും യൂസ് ചെയ്യുന്ന റെഗുലറായിട്ട് ഈ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ പോലെ റെഗുലറായിട്ട് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ഇറ്റ്. ഈ ഒരു ആപ്പും മസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. നിങ്ങളുടെ 2026 നിങ്ങളുടെ ടൈം കുറച്ചുകൂടെ മാനേജ്മെൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസി ആക്കാനും, നമ്മളിപ്പോൾ ഓഫീസിൽ പോയി നമ്മുടെ സാധനങ്ങളൊന്നും മേടിക്കാൻ ടൈം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ വേറെ ഏത് സ്ഥലത്തായി പോയി എൻ്റെ സാധനങ്ങളെങ്കിലും മേടിക്കാൻ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ ഈ ഓൺലൈൻ സൈറ്റുകളിൽ കയറി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഓൺലൈൻ സൈറ്റുകൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്യുക. നമ്മുടെ 7th ആപ്പ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ തന്നെ. അപ്പോൾ നമ്മുടെ 8th ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ. അപ്പോൾ ലിങ്ക്ഡിൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ജോബ് ആപ്പ് എന്നാണോ തിങ്ക് ചെയ്യുന്നത്? ലിങ്ക്ഡിൻ ഒരു ജോബ് ആപ്പ് മാത്രമല്ല, നമ്മുടെ കരിയർ ഒന്ന് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന മറ്റൊരു ആപ്പ് കൂടെ തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയസ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമുക്കൊരു ഫണ്ണാണെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് ഒരു ടൈം പാസ് ആണെങ്കിൽ, നമ്മുടെ കരിയർ ഗ്രോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡിൻ എന്നുള്ളത് നമുക്ക് ഒരു പ്രൊഫഷണൽ സോഷ്യൽ മീഡിയ എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോൾ സ്റ്റുഡൻസ് ലെവലിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റഡി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ലെവൽ എന്താ ചെയ്യണം, അങ്ങനത്തെ നമ്മുടെ കരിയർ ഐഡിയാസ്, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇന്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, എക്സ്പ്ലനേഷൻ, അതല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള നിറയെ ആൾക്കാരുടെ എക്സ്പ്ലനേഷൻ, അതല്ലെങ്കിൽ അഡ്വൈസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ലിങ്ക്ഡിനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഒരു ഡിഗ്രിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഫൈനൽ ഇയർ എത്തി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പാനിക്കായിരിക്കേണ്ട ആവശ്യമില്ല. ലിങ്ക്ഡിൻ നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പിലാണ്. നമ്മുടെ കരിയർ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് ഐഡിയാസ് ലിങ്ക്ഡിൽ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ കോഴ്സിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കോഴ്സ്
കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ അടുത്തൊരു സോഫ്റ്റ്വെയർ കോഴ്സ് ഏതാണ്, അങ്ങനത്തെ ഓൺലൈനായിട്ടുള്ള കുറേ ലേണിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആപ്പ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന് സോ ഈ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോബൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് HR-ന് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും, കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് കമ്പനീസിൻ്റെ ഹയറിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഓരോ പോസ്റ്റിലും നമുക്ക് നമ്മുടെ കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമുക്ക് കുറച്ച് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിൽ നിന്ന് നമുക്ക് മേ ബി ചിലവരുടെയായിട്ട് നമുക്കൊരു ഫ്രണ്ട്ലി മോഡിലോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഈ ജോബൊക്കെ സെർച്ച് ചെയ്യുന്നവർക്കും വളരെയധികം യൂസ്ഫുൾ ആണ്. ഓഫ് കോഴ്സ് ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോബ് സീക്കിംഗ് ആപ്പ് തന്നെയാണ്. നമ്മുടെ കറണ്ട് ആയിട്ടുള്ള ഒരു CV അപ്ലോഡ് ചെയ്താൽ മതി. സോ നമ്മുടെ CVക്ക് ആപ്റ്റ് ആവുന്ന തരത്തിലുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസുകൾ അവിടെ വരുന്നതാണ്. അത് നോക്കി നമുക്ക് ഏതൊക്കെ പ്രൊഫഷൻ വേണം, നമ്മുടെ പ്രൊഫഷണൽ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഏതെങ്കിലും പോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ HR-ൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ HR-നെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. HR-നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ CV അവർക്ക് പേഴ്സണലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു ആപ്പ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. സ്കിൽ ടൈപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതെല്ലാം നമുക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാനായിട്ട് AI-യുടെ ബേസിക് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് സാധിക്കും. ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്കിൽ നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിനിൽ ഈ ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് സ്കില്ലൊക്കെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബെസ്റ്റ് ആപ്പ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്ക്ഡിൻ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ സോ വേഗം തന്നെ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഒരു ജോബ് അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ലിങ്ക്ഡിൻ എന്നുള്ളത്. നമ്മൾ CV ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആപ്റ്റ് ആവുന്ന ജോബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഡിസ്പ്ലേ ആവുന്നതാണ്. സോ അതനുസരിച്ച് നമുക്ക് അതൊരു ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 8th ആപ്പ് എന്ന് പറയുന്നത് ലിങ്ക്ഡിൻ. അപ്പോൾ നമ്മുടെ 9th ആപ്പ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ലേണിംഗ് ആപ്പുകളാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്കൊരു ഡിഗ്രി മാത്രം പോരാ. നമ്മൾ ഏതൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നുവെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ടെക്നിക്കൽ നോളജ് വേണം, ബേസിക് ആയിട്ടുള്ള നോളജ് വേണം. അത് മാത്രമല്ല നമ്മളത് പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടുള്ള നോളജും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ജോബിനോട് നമുക്ക് കയറാനായിട്ട് കൂടുതലായിട്ട് എല്ലാവരും നമ്മളൊരു ഡിസൈൻ കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിനെക്കാട്ടിലും നമ്മൾ ആ ഡിസൈൻ നമ്മുടെ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് ആയിരിക്കും അവർ കൂടുതലായിട്ട് ചെക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ തന്നെയാണ്. സോ ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ കൊണ്ട് നമുക്ക് വളരെയധികം യൂസാണ്. ഇപ്പോൾ നമ്മളൊരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അഡീഷണൽ ആയിട്ടുള്ള കോഴ്സൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതോടൊപ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. സോ ആ കോഴ്സ് പോകുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ കോഴ്സൊക്കെ കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈ സ്റ്റുഡൻസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം ഒരു AI സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AI-യുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, AI ടൂൾസ്, കോഡിംഗ് ബേസിക്, AI ടൂൾസ്, അതല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ. വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ കരിയർ കുറച്ചുകൂടി ഒരു ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതല്ല നമുക്ക് നമ്മുടെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യണം, വേറൊരു ടൈപ്പിലോട്ട് നമ്മുടെ കരിയർ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ അതിന് വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ആപ്പുകൾ തന്നെയാണ് ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ. നമുക്കൊരു ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് തരും. ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വന്നാൽ നമ്മളെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, റെസ്യൂം നമ്മളെങ്ങനെ ഡിസൈൻ ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വളരെയധികം ഈസിയാക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ എന്ന് പറയും. അപ്പോൾ ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്യുക. ഈ പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. നമുക്ക് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു കോഴ്സിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ സോ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ആപ്പുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ 9th ആപ്പ് എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ലേണിംഗ് ആപ്പുകൾ തന്നെയാണ്.
അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ആപ്പ് ആയിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് ആപ്പ് തന്നെയാണ്. നമ്മളിൽ പലരും പറയുന്നൊരു വാക്കാണ്, എൻ്റെ സാലറി വന്നത് മാത്രമേ എനിക്കറിയത്തുള്ളൂ, ഇപ്പോൾ കയ്യിൽ കാശൊന്നുമില്ല. സോ അതൊക്കെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്ത് നമുക്കൊന്ന് മണി സേവിങ് ഒക്കെ ചെയ്യാൻ സാധിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ മണി സേവിങ് ആപ്പുകൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ സേവിങ്സ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേവിങ്സ് ഇടാനായിട്ട് നമ്മൾ മന്ത്ലി നമുക്ക് എത്രയാണ് പേയ്മെൻറ്റ് കിട്ടുന്നത്, നമ്മുടെ സാലറി ഇൻകം എത്രയാണ്, നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ആവുന്നത് എന്താണ്, ക്രെഡിറ്റ് ആവുന്നത് എന്താ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡെയിലി ബേസ് ആയിട്ടുള്ള വീക്ക്ലി ബേസ് ആയിട്ടൊക്കെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് പോകാൻ സാധിക്കുന്നുവെങ്കിൽ സോ നമ്മൾ ഓരോ മന്ത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും നമ്മൾ ഏതിനാണ് കൂടുതൽ എക്സ്പെൻസ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കുറച്ച് എക്സ്പെൻസ് എന്തിനാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിത് അനാവശ്യ ചിലവാണോ. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് മന്ത് നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമ്മുടെ മണി ഒന്ന് കുറച്ചുകൂടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമ്മൾക്ക് മണി സേവിങ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫ്യൂച്ചറിലായിട്ട് നമ്മുടെ മണി നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്പുകൾ തന്നെയാണ് ഈ മണി സേവിങ് ആപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും യൂസ് ചെയ്തിരിക്കേണ്ട ഒരു ആപ്പ് തന്നെയാണ് ഈ മണി സേവിങ് ആപ്പുകൾ എന്നുള്ളത്. നമ്മുടെ ക്യാഷ് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ മണി സേവിങ് ആപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടോപ്പ് 10 ആപ്പ് എന്ന് പറയുന്നത് ഈ മണി സേവിങ് ആപ്പുകൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ടോപ്പ് 10 ആപ്പുകൾ പറ്റിയിട്ടാണ്. 2026 നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പ് 10 ആപ്പിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിൽ ചില ആപ്പുകൾ ചിലർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ സോ വേഗം തന്നെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ടൈം കുറച്ചുകൂടെ മാനേജ്മെൻറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടെ ഈസി ആക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ആപ്പുകൾ തന്നെയാണ് ഈ ആപ്പുകൾ എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അതോടൊപ്പം ഇതുപോലത്തെ നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോസുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് കൂടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് ബൈ.